നമസ്കാരം കൂട്ടുകാരെ. ചെറ്റുളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ് കുതിരമൂട്ടിൽ കഞ്ഞി. ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മുടെ വീഡിയോ. ചെറ്റുളങ്ങര അമ്മയുടെ പ്രിയ ഭോജനമായിട്ടാണ് കഞ്ഞിയും മുതിരയും അസ്ത്രവും അറിയപ്പെടുന്നത്. ഈ കാണുന്നത് ഈ കഞ്ഞി വഴിപാട് നടത്തുന്ന വീട്ടുകാർ കുതിരമൂട്ടിൽ വന്ന് കരനാഥന്മാരെയും മറ്റ് കരക്കാരെയും താലപ്പൊലി ഏന്തി അവരുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. കരനാഥന്മാരും കരക്കാരും ചേർന്ന് കുതിരമൂട്ടിൽ നിന്നും ആർപ്പുവിളികളും കുത്തിയോട്ട പാട്ടുകളും ഒക്കെയായി താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി കുതിരമൂട്ടിൽ നിന്നും ഈ കഞ്ഞിസദ്യ വഴിപാട് നടത്തുന്ന വീട്ടിലേക്ക് കാൽനടയായി യാത്ര തിരിക്കുന്നു. ഇനി അത് എത്ര ദൂരെയുള്ള വീടാണെങ്കിലും ഈ ഒരു ചടങ്ങ് നിർബന്ധമാണ്. അത്തരത്തിൽ താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി കുത്തിയോട്ടപ്പാട്ടും ആർപ്പുവിളികളുമൊക്കെയായി കരനാഥന്മാരും കരക്കാരും ചേർന്ന് കഞ്ഞിസദ്യ നടക്കുന്ന വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഞ്ഞി വഴിപാട് നടത്തുന്ന വീട്ടിലെത്തിയതിന് ശേഷവും ആർപ്പുവിളിയും കുത്തിയോട്ട പാട്ടും ഒക്കെയുണ്ട്. അതും കഴിഞ്ഞ് കരനാഥൻ തടമേലെ ഇല വെച്ച് കഞ്ഞി വിളമ്പി ദേവിക്ക് സമർപ്പിക്കുന്നു. കരക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് മറ്റ് ഭക്തജനങ്ങൾക്ക് ഈ കഞ്ഞിസദ്യ വിളമ്പി കൊടുക്കുന്നത്. ഈ കാണുന്നതിൻ്റെ പേരാണ് തട. ഇതുണ്ടാക്കുന്നത് തെങ്ങോല വളച്ചു വെച്ച് ഈർക്കിൽ കുത്തിയാണ്. ഇത് പ്ലാവില കുമ്പിളാണ്. ഇതിലാണ് കഞ്ഞി കോരി കുടിക്കുന്നത്. സദ്യയ്ക്ക് വെട്ടുന്ന വലുപ്പത്തിൽ വാഴയില വെട്ടിയെടുത്തതിന് ശേഷം ഈ തടയിന്മേൽ അത് വയ്ക്കും. അതിനുശേഷം അതിലേക്ക് ചൂട് കഞ്ഞി വീഴുമ്പോഴത്തേക്കും ഒരു പാത്രത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറും. ഈ വാഴയില പൊട്ടിയാൽ കഞ്ഞിയിലെ വെള്ളമെല്ലാം താഴെ പോകും കേട്ടോ. പക്ഷേ ഈ വാഴയില പൊട്ടാതെ കഞ്ഞി കുടിക്കാൻ ഇവിടുത്തുകാർ അതിസമൃദ്ധരാണ്. കഞ്ഞിസദ്യയോടൊപ്പമുള്ള വാഴപ്പഴമാണ് ആ വരുന്നത്. അങ്ങനെ എൻ്റെ ഇലയിൽ വാഴപ്പഴം എത്തി, പപ്പടം എത്തി, മുതിര എത്തി, കഞ്ഞിയും കടുമാങ്ങായും വസ്ത്രവും എത്തി. അതുകൂടാതെ അവൽ, ഉണ്ണിയപ്പം, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഓണാട്ടുകറിയുടെ രുചിപ്പെരുമ അത് ആസ്വദിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്.